പുത്തങ്കാവിൽ ഗീവർഗീസ് മാർ പീലക്സിനോസ് തിരുമേനി. ഇവിടെ അഭിമന്യനായ തീമോഥെയോസ് തിരുമേനി ഒക്കെ ഓർമ്മിപ്പിച്ചതുപോലെ 1930കളിൽ പരിശുദ്ധനായ വട്ടശ്ശേരിൽ തിരുമേനി വളർത്തിക്കൊണ്ടുവന്ന മാർ ഇവാനിയോസ് കത്തോലിക്ക സഭയിലേക്ക് പോയപ്പോൾ അതിനെ ആ അന്ധകാരത്തെ മാറ്റി ഈ സഭയെ പ്രകാശിപ്പിക്കുവാൻ പരിശുദ്ധ വട്ടശ്ശേരിൽ തിരുമേനിയുടെയും പരിശുദ്ധ ഗീവർഗീസ് ബാവ തിരുമനസിൻ്റെയും കണ്ടുപിടുത്തമായിരുന്നു പുത്തങ്കാവിൽ പീലക്സിനോസ് തിരുമേനി എന്നുള്ളത് നമുക്ക് അറിയാം. ശരിക്കും മലങ്കര സഭയ്ക്കും അന്നത്തെ പൊതുസമൂഹത്തിനും പ്രകാശം പരത്തുന്ന ഒരു ജീവിതമായിരുന്നു തിരുമേനിയുടേത്. തിരുമേനിയുടെ ജീവിതത്തെക്കുറിച്ച് എന്നോട് ചോദിച്ചാൽ ഞാനിങ്ങനെ പരതി എന്താണ് പറയേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിയാൻ കുറേ പറയുവാനായിട്ട്. പക്ഷെ നിങ്ങൾ അധികം പേരും ശ്രദ്ധിച്ച് കാണിക്കില്ല. തിരുമേനിയെക്കുറിച്ചൊരു ഫേസ്ബുക്ക് പേജുണ്ട്. ആ പേജിൽ ആരാണ് കുറിച്ച് വെച്ചിരിക്കുന്നതെന്നും എനിക്കറിയില്ല. എങ്കിലും ഞാനതൊന്ന് വായിക്കുകയാണ്. എന്നെ വളരെ ആകർഷിച്ച 3-4 വാക്കുകളുണ്ട്. ഹിസ് പ്രസൻസ് വാസ് ജോയ്ഫുൾ. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ആനന്ദകരമായിരുന്നു. ഹിസ് വോയിസ് വാസ് സ്വീറ്റ്. അദ്ദേഹത്തിൻ്റെ ശബ്ദം മധുരമയായിരുന്നു. തിരുമേനി ഇവിടെ ഓർമ്മിപ്പിച്ചതുപോലെ മലങ്കരയുടെ വാനമ്പാടിയായിരുന്നു. ഹിസ് വേർഡ്സ് ഇൻസ്പയറിങ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പ്രചോദിപ്പിക്കുന്നവയായിരുന്നു. ഹിസ് മാനേഴ്സ് എൻഡെയറിങ്. അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം ആകർഷകമായിരുന്നു. ഹിസ് സ്മൈൽ അൺഫർഗറ്റബിൾ. അദ്ദേഹത്തിൻ്റെ ചിരി മറക്കാനാവാത്തതായിരുന്നു. 54 വർഷം മാത്രം ജീവിച്ചിട്ട് തിരുമേനി പറഞ്ഞതുപോലെ 20 വർഷം പ്രവർത്തിച്ചിട്ട് 200 വർഷത്തിൻ്റെ പ്രവർത്തനം കാഴ്ചവെച്ചു എന്ന് ഞാൻ പറയുമ്പോൾ 54 വർഷം ജീവിച്ച് ഈ മലങ്കര സഭയെ പ്രകാശിപ്പിച്ച ഒരു എക്സംപ്ലറി ലൈഫ്, ഒരു ശ്രേഷ്ഠമായ ജീവിതമായിരുന്നു. ഇംഗ്ലീഷിൽ ഇങ്ങനെ ഒരു പറച്ചിലുണ്ട്, ദ മാഗ്നാനിമിറ്റി ഓഫ് ലൈഫ് ഈസ് നോട്ട് ഡ്യൂറേഷൻ ബട്ട് ഡൊണേഷൻ. ജീവിതത്തിൻ്റെ മഹത്വം എത്ര കാലം ജീവിച്ചു എന്നുള്ളതല്ല, എന്ത് നൽകി എന്നുള്ളതാണ്. 1897 ജനിച്ച് 1951 കാലം ചെയ്യുമ്പോൾ 54 വയസ്സിൽ സഭയ്ക്കും സമൂഹത്തിനും അതുല്യമായ സംഭാവനകൾ നൽകിയ ഒരു വ്യക്തിത്വം. ചില ആളുകളെ നമ്മൾ അങ്ങനെ കണ്ടിട്ടുണ്ട്, അവർ അധിക നാൾ ജീവിക്കുകയില്ല, പക്ഷെ ജീവിച്ചിരിക്കുന്ന കാലം അവരുടെ കോൺട്രിബ്യൂഷൻ അതിശക്തമായിരിക്കും. നമുക്കറിയാം, നമ്മുടെ കർത്താവ് തമ്പുരാൻ 33 വർഷം മാത്രം ജീവിച്ച് ഈ പ്രപഞ്ചത്തെ മുഴുവൻ ചലിപ്പിച്ച് രൂപാന്തരപ്പെടുത്തിയ ഒരു വ്യക്തിത്വമാണ്. അതുപോലെ ചരിത്രത്തിലൊക്കെ അങ്ങനെ ചില വ്യക്തിത്വങ്ങളുണ്ട്. പരുമല തിരുമേനിയെ കുറിച്ച് ഇപ്പോൾ പറഞ്ഞു. പുത്തങ്കാവിൽ തിരുമേനിയും അങ്ങനെ 54 എന്നൊരു വർഷം ജീവിച്ച് വളരെ ചടുലതയോടെ പ്രവർത്തിച്ച ഒരു പിതാവായിരുന്നു. പരിശുദ്ധ വട്ടശ്ശേരിൽ തിരുമേനിയും അതുപോലെ തന്നെ ഗീവർഗീസ് ബാവായും അദ്ദേഹത്തെ കണ്ടെത്തുമ്പോൾ അദ്ദേഹത്തിലും കണ്ടെത്തിയവരിലും ഞാൻ കാണുന്ന വളരെ പ്രകടമായ ഒരു കാര്യം, ആ വാക്കിങ്ങനെ ഞാൻ പറയും, they were visionaries. അവർ ദർശനമുള്ളവരായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് വിഷനേക്കാൾ കൂടുതൽ ഇമോഷനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. പക്ഷേ അന്നത്തെ കാലത്തെ ഒരു തെരഞ്ഞെടുപ്പിൽ വിഷൻ, ദർശനം അവർക്കുണ്ടായിരുന്നു. തിരഞ്ഞെടുക്കപ്പെടുന്ന ആളിനും വിഷൻ ഉണ്ടായിരുന്നു, ദർശനമുണ്ടായിരുന്നു. ഈ സമീപകാലത്തെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ അറിയാം, തിരുമേനി തുടങ്ങി വെച്ചിട്ടുള്ള സ്ഥാപനങ്ങൾ, പ്രസ്ഥാനങ്ങൾ 75 വർഷമായിട്ടും എൻ്റെ പരിശോധനയിൽ ഒന്നുപോലും നിന്നുപോയിട്ടില്ല. അത്ര ദർശനത്തോടെ തുടങ്ങിയതാണ്. എന്നാൽ ഈ അടുത്ത കാലങ്ങളിൽ തുടങ്ങിയ പല പ്രസ്ഥാനങ്ങളും സ്ഥാപനങ്ങളും നിന്നുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും, ഒരുപക്ഷെ അത് തുടങ്ങിയത് ഇമോഷന്റെ ബേസിലായിരിക്കും. ആ ആളിന്റെ കാലം കഴിയുമ്പോൾ അതില്ലാതാകുന്നു. എന്നാൽ പുത്തങ്കാവിൽ കൊച്ചു തിരുമേനി തുടങ്ങി വെച്ച ഒന്നും നിന്നില്ല എന്ന് മാത്രമല്ല, 75 വർഷത്തിന് ശേഷവും ചടുതലയോടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നാം സ്മരിക്കേണ്ട ഒന്നാണ്. നമുക്കെല്ലാവർക്കും അംബീഷൻ ഉണ്ടാകും, ആഗ്രഹങ്ങൾ. പക്ഷേ ഒരു വിഷണറിയെ സംബന്ധിച്ചിടത്തോളം ആ അംബീഷനെ അവർ വിഷനായിട്ട് കൺവേർട്ട് ചെയ്യും. അവർ ദർശനങ്ങൾ കാണും, അവിടെയും നിർത്തുകയില്ല, അവർ അത് ആക്ഷനായിട്ട് പരിണമിപ്പിക്കും.
പുത്തങ്കാവിൽ കൊച്ചുതിരുമേനിയുടെ ആഗ്രഹങ്ങളെ അദ്ദേഹം ദർശനങ്ങളായും ദർശനങ്ങളെ പ്രവൃത്തികളായും പരിവർത്തിപ്പിച്ചതാണ് ഇന്നും അദ്ദേഹത്തെ ഓർക്കുവാനായിട്ടുള്ള കാരണം. അദ്ദേഹത്തെക്കുറിച്ച് പറയുവാൻ വളരെയധികം കാര്യങ്ങളുണ്ടെങ്കിലും സമയപരിമിതി കൊണ്ട് പത്തനംതിട്ടയുമായി തുമ്പോണുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞ് പെട്ടെന്ന് അവസാനിക്കും. 15 മിനിറ്റ് പറഞ്ഞോളാം പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അത്രയും പറയുകയില്ല, നിർത്തിക്കോളാം പെട്ടെന്ന്. അതിൽ അദ്ദേഹത്തിന് സഭയെക്കുറിച്ചുള്ള ദർശനത്തെക്കുറിച്ച് പറഞ്ഞു. തിരുമേനി ബേസിൽ ദേറായെക്കുറിച്ച് പറഞ്ഞു. നിങ്ങളൊരു പക്ഷേ ബേസിൽ ദേറായിൽ വന്ന് കണ്ടിട്ടുള്ള ഒരു ഭൂരിഭാഗം ഇതിനകത്തുള്ളൂ. ഇല്ലെങ്കിൽ അവിടെ വന്നൊന്ന് കാണണം ബേസിൽ ദേറ. ഞാൻ നോക്കിയിട്ട് അതിനകത്ത് ഏറ്റവും പ്രാഥമികമായി ആ സ്ഥലം തിരഞ്ഞെടുത്തതിലുള്ള തിരുമേനിയുടെ ദർശനമാണ്. അതിനകത്ത് ഞാൻ കാണുന്ന ഒരു ദൈവീകമായ പദ്ധതിയും ഒരു ബിബ്ലിക്കൽ, ഒരു വേദപുസ്തകപരമായ ഒരു ദർശനവും അതിനകത്തുണ്ട്. നാം വേദപുസ്തകത്തിൽ ആകമാനം പരിശോധിച്ചാൽ അറിയാം, കുന്നുകളും പർവ്വതങ്ങളുമായിരുന്നു ദൈവസംസർഗത്തിന്റെ പ്രധാന ഇടങ്ങൾ. തിരുമേനി തിരഞ്ഞെടുത്ത മാക്കാംകുന്ന് എന്ന് പറയുന്ന സ്ഥലം ഒരു കുന്നുംപുറമാണ്. അതിനൊരു വേദപുസ്തക ബന്ധമുണ്ട് ആ തിരഞ്ഞെടുപ്പിൽ തന്നെ. മാക്കാം കുന്ന് എന്ന വാക്കിന് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ചമച്ചിട്ടുണ്ട്. ക്ലിമിസ് തിരുമേനിയൊക്കെ പറയും മാക്കാൻ എന്ന് പറയുന്ന ജീവികളൊക്കെ താമസിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു എന്ന്. എന്നാൽ ഞാൻ ഒരല്പം പഠിക്കുവാനായിട്ട് ശ്രമിച്ചപ്പോൾ മാക്കാം എന്ന് പറയുന്നതിൻ്റെ ഒരു പശ്ചാത്തലം അത് നമ്മുടെ കേരള സംസ്കാരവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ്. അത് കാവുകളൊക്കെ നിന്നിരുന്ന സ്ഥലമാണ്. ഒരുപക്ഷെ അതിന് വലിയ ഒരു സാധ്യത മാക്കാംകുന്നിനുണ്ട്. മുകളിൽ കാവും താഴെ പാടങ്ങളും വെള്ളവും ഒക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമാകാം. എന്തായാലും ഈ മാക്കാൻ താമസിച്ചിരുന്ന ഒരിടത്തെ തിരുമേനി മാക്കാം കുന്നാക്കി മാറ്റി. ഇപ്പോൾ മാക്കാം എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാം, ഒരു ആരാധനയുടെ ഇടം എന്നൊരു അർത്ഥം കൂടെ അതിനുണ്ട്. അങ്ങനെ കാട് പിടിച്ചു കിടന്നിരുന്ന ആരും പാർക്കാത്ത ഒരിടത്ത് തിരുമേനി വന്ന് ഇത് സ്ഥാപിച്ചപ്പോൾ അതിനകത്തൊരു ദൈവസംസർഗത്തിന്റെ ഇടമായി കണ്ട് അതിനെ രൂപാന്തരപ്പെടുത്തിയ ഒരു സ്ഥലമാണ് ഇപ്പോൾ ബേസിൽ ദേറ നിൽക്കുന്നത്. ആ ബേസിൽ ദേറയുടെ കെട്ടിടത്തിന് പ്രത്യേകതയുണ്ട്. നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയുകയില്ല. ആ തിരുമേനി 12 മുറി എന്ന് പറഞ്ഞാണ് അവസാനിപ്പിച്ചത്. പക്ഷേ ആ 12 മുറി ഒരു 4 ഘട്ട ആയിട്ടാണ്. അതിനെക്കുറിച്ചൊക്കെ എനിക്ക് വ്യാഖ്യാനിക്കുവാനുണ്ട്. ആ കെട്ടിടം ഒരു കാരണവശാലും എൻ്റെ കാലത്ത് ഞാൻ പൊളിച്ചു കളയുകയില്ല. കാരണം ഇതുപോലെ യുണീക്കായിട്ടുള്ള ഒരു കെട്ടിടം ഈ മലങ്കര സഭയിൽ ഉണ്ടാവുകയില്ല. അതിനകത്ത് കയറിയെങ്കിലേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. വിശദീകരിക്കാൻ സമയമില്ല. എങ്കിലും ആ 12 മുറി അല്ലായിരുന്നു. ആ 12 മുറി കഴിഞ്ഞ് ഒരു ചെറിയ കോറിഡോർ, അതിനങ്ങേപ്പുറത്ത് മറ്റൊരു മുറി. അപ്പോൾ ഒരു പ്രധാന മുറിയും ആ അതിഥികളെ സ്വീകരിക്കുവാനായിട്ടുള്ള ഒരു ചെറിയ സംവിധാനവും ഒരു കോറിഡോറും അതിൻ്റെ പിന്നിൽ 12 മുറികളും. എന്താണ് അതിൻ്റെ അർത്ഥം? കൺസെപ്റ്റ് മറ്റൊന്നുമല്ല, യേശുക്രിസ്തുവും 12 അപ്പോസ്തലന്മാരുടെയും കൺസെപ്റ്റ് ബിബ്ലിക്കലാ. അത് അദ്ദേഹം സ്ഥാപിച്ചപ്പോൾ എന്തായിരുന്നു അത്? തിരുമേനി പറഞ്ഞില്ലേ ഇവിടെ എല്ലാ ആധ്യാത്മിക സംഘടനകളുടെയും കേന്ദ്രമെന്ന്. അതിലൊക്കെ വളരെ വിശാലമായ ദർശനമായിരുന്നു. അത് തിരുമേനിയുടെ ദർശനം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, മലങ്കര സഭയിൽ ആർക്കെങ്കിലും പുതിയ നിയമത്തെക്കുറിച്ചൊരു സംശയമുണ്ട്, ഒരു കാര്യം ചോദിക്കണം, റെഫർ ചെയ്യണം, തിരുമേനിയോട് ചോദിച്ചാൽ തിരുമേനി പറയും 6ാമത്തെ മുറിയിൽ അതിനുള്ള ആളുണ്ട്. സഭാ ചരിത്രത്തെക്കുറിച്ച് ചോദിച്ചാൽ തിരുമേനി പറയും 5ാമത്തെ മുറിയിൽ ചരിത്രകാരനുണ്ട്, പോയി റെഫർ ചെയ്തോളാൻ. എന്തൊരു ദർശനമായിരുന്നു ഇത്! അങ്ങനെ ക്രിസ്തുവും 12 അപ്പോസ്തലന്മാരും ആ 12 മുറികളിൽ ഈ പരിശുദ്ധ സഭയുടെ റിസോഴ്സ് സെന്ററായി കണ്ട് അത്ര വളരെ വിശാലമായ ദർശനമുണ്ടായിരുന്നു തിരുമേനിക്ക്. ഞാൻ ഈ ദേറായിൽ താമസിക്കണമെന്ന് ആഗ്രഹിച്ചതിൻ്റെ പ്രധാന കാരണം, ഞാൻ വല്ലപ്പോഴും അവിടെ പോകുമായിരുന്നു. നിങ്ങൾക്കറിയാവുന്ന പോലെ ദാനിയേൽ മാർ ഫെലിക്സിനസ് തിരുമേനി എൻ്റെ വല്യപ്പൻ്റെ സഹോദരനാണ്. അങ്ങനെ ചെറുപ്പം മുതലേ ആ ദേറായിൽ പോകും. അവിടെ ഇന്നത്തെ പോലെ ഒരു സാഹചര്യമല്ല. ഒരു 4 മണി കഴിയുമ്പോൾ കോളേജ് വിട്ട് കഴിഞ്ഞാൽ ഇതുപോലെ ശാന്തമായ ഒരിടം അതെന്നെ വല്ലാതെ ആകർഷിച്ചതാണ്. പ്രത്യേകിച്ചും സന്ധ്യയ്ക്കൊക്കെ ഈ ബേസിൽ ദേറായുടെ ആ ചാപ്പലിന്റെ മുറ്റത്ത് അവിടെ എവിടെയെങ്കിലും ഒരു ഇരിക്കാനും നിൽക്കാനും സാധിച്ചാൽ നാം അറിയാത്ത ഒരു ദൈവിക സംസർഗം നമുക്ക് അനുഭവിക്കുവാൻ കഴിയുമായിരുന്നു. എന്നെ ആകർഷിച്ച ഒരു ഘടകമാണ് ബേസിൽ ദേറായിൽ ചേരുവാൻ എന്നെ ആകർഷിച്ച ഒരു ഘടകം അതാണ്.
അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഇത് വളരെ ദർശനത്തോടുകൂടി, അത് ഒരു 50-100 വർഷം മുമ്പിലേക്ക് കണ്ട് അദ്ദേഹം സ്ഥാപിച്ച ബേസിൽ ദേറ, അതിൽ താമസിക്കാൻ എനിക്കൊരു ഭാഗ്യമുണ്ടായി. അന്ന് മുതൽ ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് അറിയുവാനും പഠിക്കുവാൻ തുടങ്ങി. അന്ന് മുതൽ ഇവിടുത്തെ ഇടവകയിലെ കുറച്ചു പേർക്കെങ്കിലും അറിയാം, സുനിലിനൊക്കെ അത് കൃത്യമായിട്ട് അറിയാം. ഈ റോഡിൽ കൂടെ ഞാൻ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കബറിങ്കിൽ കയറാതെ ഞാൻ പോകില്ല. എൻ്റെ രാവിലെയും വൈകിട്ടുമുള്ള പ്രാർത്ഥനയിൽ അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥത യാചിക്കാതെ ഞാൻ പ്രാർത്ഥിക്കാറില്ല. കാരണം ഞാൻ പറയും, ഒരുപക്ഷെ ചിലർ വിയോജിക്കും, പരിശുദ്ധ വട്ടശ്ശേരിൽ തിരുമേനിക്ക് ശേഷം ഇതുപോലെ ദർശനമുള്ള ഒരു പിതാവ് ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത്രമാത്രം ക്രാന്തദർശിയായ ഒരു പിതാവ്. അദ്ദേഹത്തിൻ്റെ സ്കൂളിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുവല്ലോ, അതൊക്കെ ഈ നമ്മൾ പറയുന്ന ആലയവുമായി ബന്ധപ്പെട്ടാണ്, വിദ്യാലയം എന്നൊക്കെ പറയുന്നത്. അതൊക്കെ പത്തനംതിട്ട കാതോലിക്കറ്റ് സ്കൂളാണ് ആദ്യം താമസിക്കുന്നത്. ഇന്ന് കാതോലിക്കറ്റ് കോളേജ് നിൽക്കുന്ന സ്ഥലം പത്തനംതിട്ട കാതോലിക്കറ്റ് സ്കൂള് തിരുമേനിയുടെ കൈകൊണ്ട് കല്ല് പെറുക്കി വെച്ച് പണിയുന്ന ഒരു കെട്ടിടമാണത്. ഈ അടുത്ത കാലം വരെയും ആ പഴയ കെട്ടിടം അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് കോളേജിന് വേണ്ടി സ്കൂള് ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് മാറ്റുകയും ഇവിടെ കോളേജിന് അപ്ലൈ ചെയ്യുകയും ചെയ്തത്. അഭിയൊന്ന് വലിയ തിരുമേനി പറഞ്ഞു, കോളേജ് സ്ഥാപിതമായപ്പോഴേക്കും തിരുമേനി കടന്നുപോയി. പക്ഷെ അതിനുള്ള ബേസ് എല്ലാം ഒരുക്കിയത് ഈ തിരുമേനിയാണ്. എന്തിനാണ് തിരുമേനി സ്കൂളുകൾ സ്ഥാപിച്ചത്? 2 ഉദ്ദേശം ഉണ്ടായിരുന്നു. ഒന്ന്, ഈ മാർ ഇവാനിയോസ് അദ്ദേഹമായിരുന്നു നമ്മുടെ സഭയുടെ സ്കൂളിൻ്റെയും മറ്റും ചുമതലകളൊക്കെ. പോയപ്പോൾ കുറച്ച് സ്കൂളുകളൊക്കെ കൊണ്ടുപോയി, കുറേയൊക്കെ തിരിച്ചു പിടിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചു. എന്നാൽ തിരുമേനി ഇതിൻ്റെ ചുമതലയിലേക്ക് വന്നപ്പോൾ അദ്ദേഹം കണ്ട വിദ്യാഭ്യാസപരമായ ഒരു ദർശനമാണ്. പത്തനംതിട്ട എന്ന് പറയുന്ന ഇന്ന് നമ്മൾ കാണുന്ന രീതിയല്ലല്ലോ, അന്ന് പത്തനംതിട്ടയുടെ ചരിത്രം മാറ്റിമറിച്ചത് ഈ പത്തനംതിട്ട കാതോലിക്കറ്റ് സ്കൂളും അതിനുശേഷം പത്തനംതിട്ട കാതോലിക്കറ്റ് കോളേജുമാണ്. വിദ്യ എന്ന പ്രകാശം അത് എന്തിനാണ് സ്ഥാപിച്ചത് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, പാർശ്വവൽക്കരിക്കപ്പെട്ട് മാറ്റി നിർത്തപ്പെട്ട മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകളെ വിദ്യാഭ്യാസത്തിലൂടെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ക്ഷണിച്ചു വരുത്തി അവന്റെ ഡിഗ്നിറ്റി ഉയർത്തുവാൻ തിരുമേനി തുടങ്ങിയ പ്രസ്ഥാനമാണ്. വിദ്യാഭ്യാസത്തെക്കുറിച്ചൊക്കെയുള്ള അദ്ദേഹത്തിന്റെ ദർശനം അതുപോലെ വിപുലമായിരുന്നു എന്നാണ് എൻ്റെ വിചാരം. ഞാൻ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. മർത്തമറിയം മന്ദിരത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. തിരുമേനിയായിരുന്നു എല്ലാ ആധ്യാത്മിക സംഘടനകൾക്കും ഒരു ഓഫീസ് ഉണ്ടാകണമെന്ന് ആദ്യം അദ്ദേഹമാണ് നിശ്ചയിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു തുമ്പമൺ മർത്തമറിയം മന്ദിരം തുടങ്ങിയത്. തുമ്പമൺ ഭദ്രാസനത്തിന്റെ മർത്തമറിയം സമാജത്തിന്റെ ഹെഡ് ഓഫീസ്. അതോടൊപ്പമാണ് അവിടെ കന്യാസ്ത്രീകൾ താമസിക്കണമെന്നുള്ള ആഗ്രഹം. ഇങ്ങനെ ഏത് തലത്തിലും അദ്ദേഹം വളരെ ദർശനത്തോടു കൂടിയാണ് അദ്ദേഹം ജീവിച്ചതും ശുശ്രൂഷിച്ചതും. 54 വർഷം എന്ന് പറയുന്നത് ഒരു ദീർഘമായ ആയുസ്സല്ല എങ്കിലും ആ 54 വർഷം കൊണ്ട് അദ്ദേഹം ഈ സഭയ്ക്കിട്ട അടിസ്ഥാനം അത് വിപുലപ്പെടുത്തിയാണ് മറ്റ് ഭദ്രാസനങ്ങളിലേക്കൊക്കെ ഈ കൺസെപ്റ്റുകൾ നമ്മൾ ട്രാൻസ്ഫോം ചെയ്തത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ഇങ്ങനെയൊരു ജീവിതത്തെ ഈ പരിശുദ്ധ സഭയ്ക്ക് തന്നതിൽ. ഈ പുത്തൻകാവ് ഇടവകയ്ക്ക് പ്രത്യേകിച്ചും ഈ നാടിന് അഭിമാനിക്കാം ഇങ്ങനെ ഒരു പിതാവിനെ നമുക്ക് നൽകിയതിന്. നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. ഒരിക്കൽ കൂടി ഈ ദേവാലയത്തോട് ഈ സമ്മേളനത്തോടൊക്കെയുള്ള എല്ലാ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.